സോ മക്കളെ നൗ നമുക്ക് നോക്കാനുള്ളത് വൈ ആൻഡ് ഹൗ, അതായത് ഉദ്ദേശിച്ചത് വൈ ദർ ഇസ് എ നീഡ് ഓഫ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആൻഡ് ഹൗ ദിസ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഈസ് ഹാപ്പനിങ്. ഇത് നമ്മൾ ഏകദേശം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ സാധനമാണ്. അപ്പൊ ഞാനത് ഒന്ന് സമ്മറൈസ് ചെയ്ത് തരാം. വൈ ദർ ഇസ് എ നീഡ് ഓഫ് ദിസ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. കാരണം വളരെ സിമ്പിൾ ആണ്. വൈ എന്നുള്ളതിന്റെ ആൻസർ ഈസ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫിസിയോളജിക്കൽ സിസ്റ്റം, ദർ ഇസ് എ ചാൻസ് ദാറ്റ് മെനി ഫിസിയോളജിക്കൽ സിസ്റ്റം ഹാസ് ടു ഫങ്ഷൻ ടുഗദർ. അല്ലെ, ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഫിസിയോളജിക്കൽ സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു, ഫിസിയോളജിക്കൽ പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഡൈജഷൻ, റെസ്പിറേഷൻ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ, മൂവ്മെന്റ്. സോ ദർ ഇസ് എ ഇതെല്ലാം ഒരുമിച്ച് നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി സം കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സോ ദാറ്റ് ദീസ് ഡിഫറെന്റ് ഫിസിയോളജിക്കൽ പ്രോസസ് ക്യാൻ ഫങ്ഷൻ ടുഗദർ. സോ വൈ എന്നുള്ളതിന്റെ ആൻസർ in order to control and coordinate ആണ്, control and coordinate the different എന്താ physiological process അല്ലെ, in order to control and coordinate the different physiological processes together എന്ന് നമുക്ക് പറയാം. simple. And how this is possible, how this control and coordination is possible by two systems ആണെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ആ കൺട്രോൾ ആൻഡ് കോർഡിനേഷന്റെ two systems? Yes, number one is neural control and number two is chemical control അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേര് എന്താണെന്ന് അറിയോ? Yes, chemical control നമ്മൾ endocrine control എന്ന് പറയാറുണ്ട് കേട്ടോ. എൻഡോക്രൈൻ, ആ പേര് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. എഴുതി വെക്കാം, എൻഡോക്രൈൻ കൺട്രോൾ. അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. എൻഡോക്രൈൻ കൺട്രോൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? ഹോർമോണൽ കൺട്രോൾ ആണ്. ഓക്കെ, സോ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ഫിസിയോളജിക്കൽ പ്രോസസ് ഈസ് ഹാപ്പനിങ് മെയിൻലി ബൈ ടു സിസ്റ്റംസ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? നമ്മുടെ ന്യൂറൽ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ കൺട്രോൾ ഉണ്ട്. ക്ലിയർ അല്ലേ? ന്യൂറൽ കൺട്രോൾ ഉണ്ട്, chemical control ഉണ്ട്. And what is the basic difference of this neural control and chemical control എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോൾ പഠിക്കും. സോ നമുക്ക് രണ്ട് സിസ്റ്റംസ് ആണുള്ളത്. One is neural control and number two is chemical control. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ന്യൂറൽ കൺട്രോൾ നമ്മൾ പറഞ്ഞു ന്യൂറോൺസുകളാണ്, ബ്രെയിൻ, സ്പൈനൽ കോഡ് വരാം. കെമിക്കൽ കൺട്രോൾ ഹോർമോൺസുകളാണ്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ ന്യൂറൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ആനിമൽസിലും ഉണ്ട് എന്ന് പറയാം. പക്ഷേ കെമിക്കൽ കൺട്രോൾ ആണ് കുറച്ചുകൂടെ ഹയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആനിമൽസിൽ കാണുന്നത്. ആൻഡ് ഹോർമോണൽ കൺട്രോൾ ആണ്. സോ ഹോർമോണൽ കൺട്രോൾ അതിൽ മാത്രമല്ല, advanced ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ബോത്ത് ഹോർമോണൽ കൺട്രോൾ ആസ് വെൽ ആസ് ദ ന്യൂറൽ കൺട്രോൾ ഈസ് ദർ. പക്ഷേ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആനിമൽസ് അല്ലെ, പ്രിമിറ്റീവ് ആനിമൽസ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് പ്രിമിറ്റീവ് ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവില്ലേ? ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷനിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആനിമൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈലം പോരിഫറ, ഫൈലം സീലൻഡ്രൈറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈഡ്ര അല്ലെ, പിന്നെ സ്പോഞ്ചേഴ്സ്. ഇതിലൊക്കെ ചിലപ്പോൾ ഒരു ന്യൂറൽ കൺട്രോൾ ഒക്കെ, അതായത് ന്യൂറോൺസുകൾ, പ്രിമിറ്റീവ് ന്യൂറോൺസുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ടെന്നിരിക്കാം. പക്ഷേ ഏത് കാണില്ല? ഹോർമോൺസുകളൊക്കെ കാണുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇവർട്ടിബ്രേറ്റ്സിലെ, മാമൽസിലെ, നമ്മുടെ ഹ്യൂമൻ ബീങ്സിലൊക്കെയാണ് ഈ ഒരു ഹോർമോൺസുകൾ കാണുന്നത്. ക്ലിയർ? ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷന്റെ കുറച്ചൊരു ഒരു സ്റ്റാർട്ടിങ്. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ ഞാൻ തന്നതേ ഉള്ളൂ. സോ നമുക്ക് നമ്മുടെ ടോപ്പിക് പ്രോപ്പറിലേക്ക് കടക്കാം. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇൻ ആനിമൽസ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. In animals, two types of coordination is possible. ഏതൊക്കെയാണ് two types? ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് എഴുതുകയാണ്. Yes, number one is neural and number two is chemical. Chemical എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഹോർമോണൽ സിസ്റ്റംസ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഫൈൻ. സോ മക്കളെ, ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിൽ ന്യൂറൽ കൺട്രോളിനെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. Next we will be entering into the chemical system. So first let's enter into what? Human neural system. നിങ്ങളിത് ചെറുപ്പം മുതലൊക്കെ കാണുന്ന ഒരു സെല്ലാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ന്യൂറോൺ. നിങ്ങൾ പണ്ട് മുതലേ കാണുന്നതും കേൾക്കുന്നതൊക്കെ കാര്യങ്ങളാണ് അല്ലെ, ന്യൂറോൺ. ആ ന്യൂറോണിന്റെ സ്ട്രക്ചർ, ഐ തിങ്ക് മെനി ഓഫ് യു മേ ബി വെരി ഇൻട്രസ്റ്റഡ് ടു ഡ്രോ ദിസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു ന്യൂറോണിന്റെ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ഈ ന്യൂറോൺ എന്ന് പറയും നമ്മുടെ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിന്റെ ഒരു ഇൻഡിവിജ്വൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഏതാ? നമ്മുടെ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം. ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം ഈസ് നത്തിങ് ബട്ട് ന്യൂറോണുകളാണ്. ഓക്കെ, ഈ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനിയും
വേറെ കുറെ ആളുകളൊക്കെ കേട്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സെൽ ഈസ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഇൻസൈഡ് എ ലിവിംഗ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെൽ അതിന്റെ കറക്റ്റ് റെപ്പിറ്റേഷൻ ആണ് ബാക്കി ടിഷ്യൂസ് ഒക്കെ. ഈ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം ന്യൂറോൺസുകൾ കംപ്ലീറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അതിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂറോൺ ആണ്. ഒരു ന്യൂറോണിന് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു ആവറേജ് ഡയഗ്രം നമ്മൾ വരച്ചു. അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രം ഞാൻ ഇവിടെ വീണ്ടും ഒന്ന് വരച്ച് തരികയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ ഫൈൻ. ഓക്കെ മക്കളെ കണ്ടോ, ഇതാണ് ഇങ്ങനെ ഒരു ന്യൂറോൺ ഉണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കണ്ടോ, ഇതാണ് നമ്മുടെ ന്യൂറോണിന്റെ സെൽ ബോഡി എന്ന് പറഞ്ഞ പോർഷനിൽ കാണുന്ന ഡെൻഡ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. കണ്ടോ, ഇതിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ന്യൂറോണിന്റെ എൻഡ്. ന്യൂറോണിന്റെ എൻഡ് ഇതാണ്. ഓക്കെ, ഈ ന്യൂറോണിന്റെ എൻഡിൽ ഇങ്ങനെ കുഞ്ഞ് നോബ്-ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സുകളാണ് കാണുക. അതിന്റെ പേരെന്താണെന്ന് അറിയൂ? അതിന്റെ പേര് സിനാപ്റ്റിക് നോബ് എന്നാണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ ആക്സോൺ എന്ന് വിളിക്കുക. ഈ ആക്സോണെ കവർ ചെയ്തിട്ട് ചിലപ്പോൾ എല്ലാത്തിലും ഉണ്ടാവില്ല, ചിലപ്പോൾ ചില ഷീത്തുകൾ കാണാറുണ്ട്. ഈ ഷീത്തിനെ വിളിക്കുന്ന പേരെന്താ? യെസ്, മൈലിൻ ഷീത്ത് എന്നാണ്. ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എ ഷ്വാൻ സെൽ എന്ന് പറയും. ഈ ഷ്വാൻ സെല്ലിന് ഒരു ന്യൂക്ലിയസും കാണും. ഓക്കെ, ഇതെന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഒരു ആവറേജ് ഒരു ന്യൂറോൺ. ഈ സെയിം ന്യൂറോൺ തന്നെ നമ്മൾ വലിയൊരു നരമ്പ്, നമ്മുടെ ബ്രെയിനിന്റെ ഒരു ആവറേജ് കണ്ടോ, ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബ്രെയിനിന്റെ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഏരിയ മാത്രമേ ഞാൻ ഈ കാണിച്ചിട്ടുള്ളൂ. ഈ ബ്രെയിനിന്റെ കറക്റ്റ് കണ്ടിന്യൂഷൻ ആണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ അല്ലേ. സ്പൈനൽ കോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ബ്രെയിനിന്റെ കറക്റ്റ് കണ്ടിന്യൂഷൻ ആണ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ സ്പൈനൽ കോഡ് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, സങ്കല്പിക്കാം നമുക്ക്. സ്പൈനൽ കോഡ് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, സ്പൈനൽ കോഡ് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. ഈ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ആണ് മെജോറിറ്റി ഓഫ് നെർവ്സുകൾ അറൈസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ബ്രെയിനിൽ നിന്ന് ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് 12 പെയർസ് ഓഫ് നെർവ്സുകൾ അറൈസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയോ? 12 പെയർ ഓഫ് നെർവ്സുകൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് താഴോട്ട് അറൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് ആക്ച്വലി സ്പീക്കിംഗ് 32 പെയർസ് ഓഫ് നെർവ്സുകൾ അറൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാറുണ്ട്. 32 പെയർസ് ഓഫ് നെർവ്സ് ആണ്, നരമ്പുകളാണ്. ഓക്കെ, ഈ നെർവ്സിന്റെ ഓരോ ഇൻഡിവിജ്വൽ, നമ്മൾ മൈക്രോസ്കോപ്പിൽ നെർവ്സിന്റെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് നമ്മൾ എന്ത് കാണിച്ചത്, ഇങ്ങനെ കാണിച്ചത്. ക്ലിയർ അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണിക്കാം. ഒരു ന്യൂറോണിൽ നമുക്ക് ഇങ്ങനെ ഒരു ആക്സോൺ ഉണ്ടാകും, അതിന് ആക്സോൺ ടെർമിനൽ ഉണ്ടാവും. ഇത് ഡെൻഡ്രൈറ്റ് ആയിരിക്കും. കണ്ടോ, ഡെൻഡ്രൈറ്റ് ഇതിന്റെ സിമ്പിൾ റെപ്രസെന്റേഷൻ ആട്ടോ, സിമ്പിൾ റെപ്രസെന്റേഷൻ. നെക്സ്റ്റ് ന്യൂറോൺ എങ്ങനെയായിരിക്കും? നെക്സ്റ്റ് ന്യൂറോൺ ഇങ്ങനെ ഉണ്ടാകും. നെക്സ്റ്റ് ന്യൂറോൺ ഇങ്ങനെ ഉണ്ടാവും, അതിന്റെ എൻഡ് ഇങ്ങനെ ഉണ്ടാവും, അതിൽ ഡെൻഡ്രൈറ്റ് ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇതിന് ഡെൻഡ്രൈറ്റ് ഇങ്ങനെ ഉണ്ടാവും. നെക്സ്റ്റ് ന്യൂറോൺ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ പോയി ഒരുപാട് ഇത് അസംബിൾ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു നെർവ് എന്ന് പറയുന്നത്. ഒരു നെർവ് എന്ന് പറയുന്നതിൽ ഒരുപാട് ഇങ്ങനത്തെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂറോൺസുകൾ കാണും. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സെൽ ബോഡി എന്നാണ് ഇതിനെ വിളിക്കുക കേട്ടോ. സെൽ ബോഡിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ കാണുന്ന ഇതിനെ വിളിക്കുന്ന പേര് ഡെൻഡ്രോൺ, അല്ലെങ്കിൽ ഡെൻഡ്രോണിന്റെ പ്ലൂരൽ ആണ് ഡെൻഡ്രൈറ്റ്. കണ്ടോ, ഇതിന് ഡെൻഡ്രൈറ്റ് എന്നാണ് വിളിക്കുക കേട്ടോ. ഈ ഡെൻഡ്രൈറ്റ് ആണ് ആക്ച്വലി സിഗ്നലിനെ വാങ്ങുന്നത്, നമ്മുടെ ന്യൂറോൺസിലേക്കുള്ള സിഗ്നൽസിനെ വാങ്ങുന്നത് ആക്ച്വലി ഡെൻഡ്രൈറ്റ് ആണ്. കണ്ടോ, ഈ ഡെൻഡ്രൈറ്റ് ഈ സിഗ്നലിനെ വാങ്ങിയിട്ട് അത് സെൽ ബോഡിയിലേക്ക് ഡയറക്റ്റ് ചെയ്തു. സെൽ ബോഡി അത് എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്തു? ആക്സോണിലൂടെ ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ അത് എങ്ങോട്ടേക്ക് എത്തുന്നു? സിനാപ്റ്റിക് നോബിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ആക്സോൺ ടെർമിനലിലേക്ക് എത്തുന്നു. ഇതാണ് അതിന്റെ ഒരു ആവറേജ് ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവണം. ഓക്കെ ഫൈൻ മക്കളെ, ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂറോണിന്റെ ഒരു ഡയഗ്രം കേട്ടോ. സോ ന്യൂറോണിൽ എന്തൊക്കെയുണ്ട്? ഈ ഡയഗ്രത്തിൽ നിങ്ങളുടെ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ കാണുന്ന സെയിം ഡയഗ്രാണ് ഞാൻ കാണിച്ചു. കണ്ടോ, ഒരു ഡെൻഡ്രൈറ്റ് ഉണ്ട്, പിന്നെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. യെസ്, ഇത്രയും എൻറ്റയർ പോർഷനിൽ നമ്മൾ സെൽ ബോഡി എന്ന് വിളിക്കാറുണ്ട്. എന്താണ് അതിന്റെ പേര്? സെൽ ബോഡി ഓർ സൈറ്റോൺ എന്ന് ഇതിന് വേറൊരു പേരാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ പോകുന്നത് ആക്സോൺ ആണ്. ആക്സോണെ കവർ ചെയ്തിട്ട് ഒരു ഷീത്ത് സാധാരണ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് ഇതില്ല, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകളുണ്ട്, മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകളുണ്ട്. ഓക്കെ, based on the presence of myelin sheath in these neurons we can classify into two types. ഏതൊക്കെയായിരിക്കും അത്? മൈലിനേറ്റഡ് ന്യൂറോൺസ് ആസ് വെൽ ആസ് അൺമൈലിനേറ്റഡ് ന്യൂറോൺസ്. ഞാനത് തരും. ഓക്കെ, ഇത് അതിന്റെ ആക്സോണിന്റെ എൻഡിങ് ആണ്, ആക്സോൺ എൻഡിങ്. ഇത്രയാണ് നിങ്ങൾക്ക് ഒരു ആവറേജ് ആയിട്ട്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ഡയഗ്രം ആണ് നിങ്ങളുടെ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷേ മക്കളെ, നമ്മൾ കുറച്ചുകൂടി ഒരു മോഡിഫൈഡ് സ്റ്റഡിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പ്ലസ് വണ്ണിലൊക്കെ നിങ്ങൾ പ്ലസ് വണ്ണിലേക്കൊക്കെ എത്തുമ്പോൾ ഈ ഒരു ഡയഗ്രം ആയിരിക്കും നിങ്ങൾ കാണുക. അത് ഞാൻ ചുമ്മാ നമുക്ക് വെറുതെ ഒന്ന് കാണാമല്ലോ അല്ലേ. കണ്ടോ, ഇത്രയും ഉണ്ട് ആക്ച്വലി ഒരു ന്യൂറോണിന്റെ ഡയഗ്രം നോക്കൂ നിങ്ങൾ, എന്ത് രസമാണ് അല്ലേ. ഇതാണ് ന്യൂറോണിന്റെ ഒരു സെൽ ബോഡി എന്ന് പറയുന്നത്. കണ്ടോ, സെൽ ബോഡിയിൽ ഇത് കണ്ടോ, ഇത് ഡെൻഡ്രൈറ്റ് ആണ്. ഈ ഡെൻഡ്രൈറ്റിന്റെ പണി എന്താ? ഡെൻഡ്രൈറ്റ് ആണ് മെസ്സേജ് അഥവാ നമ്മളെ സിഗ്നൽസിനെല്ലാം റിസീവ് ചെയ്യുക. അത് എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യും? കറക്റ്റ് നമ്മുടെ ആക്സോണിലൂടെ ഡയറക്റ്റ് ചെയ്യും.
ആക്സോണിനെ കവർ ചെയ്തിട്ട് നമുക്ക് കാണുന്നത് മൈലിൻ ഷീത്ത് ആണ്. കണ്ടോ, ദിസ് മൈലിൻ ഷീത്ത് ഈസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ് ബൈ എ സെൽ വിച്ച് ഈസ് കാൾഡ് ഷ്വാൻ സെൽ. ആക്ച്വലി സ്പീക്കിംഗ് പല കുട്ടികളുടെ ഡൗട്ട് ആണ് കേട്ടോ, ഈ ഷ്വാൻ സെല്ലും മൈലിൻ ഷീത്തും ഒന്ന് തന്നെയല്ലേ സാറേ, എന്താ അതിന്റെ ഡിഫറൻസ് എന്നുള്ളത്. ഈ ഷ്വാൻ സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ് ഈ കാണിച്ചത്. ഓക്കെ, ഈ ഇതൊരു മൈലിൻ ഷീത്ത് ആണ്, ഇത് നെക്സ്റ്റ് മൈലിൻ ഷീത്ത് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ പേര് യെസ് കണ്ടോ, നോഡ് ഓഫ് റാൻവിയർ എന്നാണ് വിളിക്കുക. എന്താണ്? നോഡ് ഓഫ് റാൻവിയർ. അക്കോർഡിംഗ് ടു യുവർ 10th സിലബസ് ഈ നോഡ് ഓഫ് റാൻവിയറിനെ നമുക്ക് പഠിക്കാനില്ല. എന്നാലും ചുമ്മാ ഒന്ന് പഠിച്ചോളൂ, നോഡ് ഓഫ് റാൻവിയർ എന്ന് നമ്മൾ പറയും. ഇനി ശരിക്കും സൂക്ഷിച്ചു നോക്കിക്കോളൂ, ഇതിൽ നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാന്യൂൾസുകൾ ഉണ്ട്. ശരിക്കും ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ സൂം ചെയ്ത് തരാം. കണ്ടോ, കുഞ്ഞു ഡോട്ട്സുകൾ കണ്ടില്ലടോ, ഈ ഡോട്ട്സുകൾക്ക് വിളിക്കുന്ന പേര് നിസിൽസ് ഗ്രാന്യൂൾസ് എന്നാണ്. ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഇതും നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ, നിങ്ങൾ 10th സിലബസിൽ ഇതില്ല. എന്നാലും ഇത് 11th നമ്മൾ കേൾക്കും. ഈ നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് ദിസ് ഈസ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻസ് എന്നാണ് സാധാരണ പറയുന്നത്. പ്രോട്ടീൻസ് ആണ്. ക്ലിയർ അല്ലേ? സോ ഐ തിങ്ക് യു ഗോട്ട് സം ഐഡിയ. ഇനി നിങ്ങൾ നോക്കൂ മക്കളെ, ഇതിൽ ആക്സോൺ ടെർമിനൽ കണ്ടോ, ആക്സോൺ ടെർമിനലിലെ താഴെ കുറെ ഉണ്ടകൾ കണ്ടോ, അതിനെ വിളിക്കുന്ന പേര് സിനാപ്റ്റിക് നോബ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഡയഗ്രം ഇനി വരച്ചൂടെ? യെസ്, എങ്ങനെ വരക്കാം നോക്കൂ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് ഈ ഡയഗ്രം നിങ്ങൾക്ക് വരക്കാൻ പറ്റൂ കേട്ടോ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇത് വരക്കാൻ വേണ്ടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ഓക്കെ, റഫായിട്ട് അങ്ങ് വരച്ചാൽ മതി. കണ്ടോ? ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്തുണ്ട്, നമ്മുടെ ഇതേതാ, നമ്മുടെ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ക്ലിയർ അല്ലേ? ഡെൻഡ്രൈറ്റിന്റെ ഒരു ആവറേജ് ഡയഗ്രാം ഞാൻ കാണിച്ചു. യെസ്, ഡെൻഡ്രൈറ്റ് അഗെയിൻ. ഇതിന് ഇൻഡിവിജ്വലി ഇതിന് ഓരോന്നിനും ഡെൻഡ്രോൺ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. സോ ദിസ് ഈസ് അഗെയിൻ എ ഡെൻഡ്രൈറ്റ്. കണ്ടോ മക്കളെ? യെസ്, ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് റൈറ്റ്. ആൻഡ് നോക്കൂ, ഇതിലെ ആക്സോൺ ടെർമിനൽ ആണ് ഈ കാണുന്നത്. ആക്സോൺ ടെർമിനലിൽ നിന്ന് കുറെ നോബുകൾ അറേസ് ചെയ്യുന്നുണ്ട്. അതിന് പേര് സിനാപ്റ്റിക് നോബ് എന്നാണ്. എന്താണ്? സിനാപ്റ്റിക് നോബ്. കണ്ടോ, നെക്സ്റ്റ് സിനാപ്റ്റിക് നോബ് കണ്ടോ, ഇവിടുന്ന് സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ക്ലിയർ അല്ലേ? വെരി സിമ്പിൾ. യെസ്, ഇവിടുന്ന് ഒരു സിനാപ്റ്റിക് നോബ് ഉണ്ട്. ഇങ്ങനെ സിനാപ്റ്റിക് നോബുകൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ആക്ച്വലി ദിസ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഡ്രോ ഇൻ ദിസ്. എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ വരച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഫൈൻ. ഇനി ആക്സോണിനെ ചിലതിൽ ആക്സോണിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്, ഒരു ഷീത്ത് ഉണ്ട്. അതിന് വിളിക്കുന്ന പേര് മൈലിൻ ഷീത്ത് എന്നാണ്. ഈ മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സെല്ലാണ്. ദാറ്റ് സെൽ ഈസ് കാൾഡ് ഷ്വാൻ സെൽ. ഓക്കെ, ഷ്വാൻ സെൽ. അപ്പൊ ഈ മൈലിൻ ഷീത്തിന്റെ ഷ്വാൻ സെല്ലിന്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസും ഇവിടെ കാണാം. കണ്ടോ, ന്യൂക്ലിയസും ഇവിടെ കാണാം. ക്ലിയർ? ഇനി ഇതിലൊരു ഗ്രാന്യൂൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിൽ എന്തുണ്ട്, നമുക്ക് ഒരു ന്യൂക്ലിയസും ഉണ്ട്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾക്ക് തന്നെ ലാബിൽ ചെയ്തൂടെ? സോ ദിസ് ഈസ് അവർ ഡെൻഡ്രൈറ്റ്. ആൻഡ് ഇത്രയും ഏരിയനെ നമ്മൾ സെൽ ബോഡി എന്ന് വിളിക്കാറുണ്ട്. എന്താണ്? സെൽ ബോഡി. ഓക്കെ, ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് മൈലിൻ ഷീത്ത് ആണ്. ഓക്കെ, ഇത് ആക്സോൺ ടെർമിനൽ ആണ്, ഇത് സിനാപ്റ്റിക് നോബ് ആണ്. ഐ തിങ്ക് നൗ യു ഗോട്ട് സം ഐഡിയ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ഇതിൽ ഓരോന്ന് നിങ്ങൾ ലാബൽ ചെയ്യണം. ഇത് ആക്സോൺ ടെർമിനൽ ആണ്, ഇത് സിനാപ്റ്റിക് നോബ് ആണ്. സിനാപ്റ്റിക് നോബ് കണ്ടോ, സിനാപ്റ്റിക് നോബിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി മക്കളെ, ഷ്വാൻ സെല്ലും മൈലിൻ ഷീത്തും എങ്ങനെയാണ് ഇതിൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുക എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്രോസ് സെക്ഷൻ പല കുട്ടികൾക്കും ഇത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഷ്വാൻ സെൽ എന്ന് പറയുന്നത്, ഷ്വാൻ സെല്ലാണ് മൈലിൻ ഷീത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് പറയെങ്കിലും എങ്ങനെയാണ് അത് ഉണ്ടാകുക എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ ഇതിനൊരു ക്രോസ് സെക്ഷൻ എടുക്കാനായിട്ട് ഇതിനിങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ, ഇതിനെ ജസ്റ്റ് ആണ് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ, നടുവിൽ നമുക്ക് എന്ത് കിട്ടി, നടുവിൽ നമുക്കൊരു ആക്സോൺ. കണ്ടോ, ആക്സോൺ ഇങ്ങനെ ഒരു കോയിലല്ലേ, ആക്സോൺ ഇങ്ങനെ ഒരു കോയിലല്ലേ, അതിങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ട് കിട്ടൂലേ, അപ്പൊ ആക്സോൺ ആണിത്. ഓക്കെ, ഈ ആക്സോണെ സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഷ്വാൻ സെൽ എന്ന് പറഞ്ഞൊരു സെൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും എന്ന് വെച്ചാൽ എല്ലാ ന്യൂറോൺസിന്റെയും ആക്സോൺ ഉണ്ട്. ഓക്കെ, ആ ഷ്വാൻ സെല്ലാണ് ഞാൻ ഈ കാണിച്ചത്. കണ്ടോ, ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഷ്വാൻ സെൽ ഇനി മൈലിൻ ഷീത്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താവും അറിയോ? ഈ ഷ്വാൻ സെല്ലിന്റെ ഒരു കൺവേർഷൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ you can leave this. Okay, that is not that essential for you. Clear? ഇനി ഈ ഷ്വാൻ സെൽ നോക്കൂ മക്കളെ, ഈ ഷ്വാൻ സെൽ ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്യാണ്. ഈ ഷ്വാൻ സെൽ ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ചുറ്റും ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്യാണ്. കണ്ടോ, ഷ്വാൻ സെൽ ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്തിട്ട് ഇത്രയായി. കണ്ടില്ലേ, ഷ്വാൻ സെൽ ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്തു. ഇതിന്റെ ന്യൂക്ലിയസ് ഇതാ ഇവിടെ തന്നെയുണ്ട്. ഇനി ഈ ഷ്വാൻ സെൽ എങ്ങനെയാവുമെന്ന് അറിയോ? നിങ്ങൾ നോക്കൂ, വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഷ്വാൻ സെൽ ഇങ്ങനെ വീണ്ടും എലോങ്ങേറ്റ് ചെയ്ത് യെസ്, എലോങ്ങേറ്റ് ചെയ്ത്
ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് ഇതിനിങ്ങനെ എൻസർക്കിൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ കണ്ടോ മക്കളെ, വളരെ രസമായിട്ടുള്ള പരിപാടിയല്ലേ. സോ ഇങ്ങനെ നിങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണ ചക്കരമുട്ടായൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ വട്ടത്തിൽ ഉണ്ടാക്കിയിട്ട് അല്ലേ. ഇനി അവസാനം ഇത് ഒരുപാട് എൻസർക്കിൾ ചെയ്യുന്നുണ്ടെന്നാ പറയട്ടോ. ഒരുപാട് എൻസർക്കിൾ ചെയ്തിട്ട് ഈ ഒരു ആക്സോൺ ആണ് ഈ കാണുന്നത്. ആക്സോണിന്റെ ഒരു എന്താണ്, ഒരു ക്രോസ് സെക്ഷൻ ആണ് അല്ലേ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ എൻസർക്കിൾ ചെയ്ത് ഇങ്ങനെ കുറേ എൻസർക്കിൾ ചെയ്യുമെന്നാണ് പറയാ. ഓക്കെ, കുറേ എൻസർക്കിൾ ചെയ്ത് അവസാനം ന്യൂക്ലിയസിന് ഇത് പുറത്തേക്ക് തള്ളുന്നതാണ്. കണ്ടോ, പുറത്തേക്ക് സോ ഷ്വാൻസെൽ എന്ന് പറഞ്ഞൊരു സെല്ലായിരുന്നു ഇത്. അതങ്ങനെ ചുറ്റിയിട്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടായത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ അതാ കണ്ടോ, ഇത് നമ്മുടെ ആക്സോൺ ആണെങ്കിൽ ആക്സോണെ കവർ ചെയ്തിട്ട് നമ്മുടെ മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞ ഒരു ഷീത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് വരക്കാന്നേ ഉള്ളൂ. പക്ഷെ അത് ഈ ഷ്വാൻസിൽ ഒരുപാട് ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മൈൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഈ മൈലിൻ ഷീത്ത് ഉള്ളത് കൊണ്ട് ഈ ഒരു ആക്സോണിന്റെ മെച്ചം എന്താ? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഹാവിംഗ് ദിസ് മൈലിൻ ഷീത്ത്? ഇവിടെ നമുക്ക് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആവറേജ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വരക്കാം അല്ലേ. ഓക്കെ, ഡെൻഡ്രൈറ്റ്, ഇവിടെ നമുക്ക് ആക്സോൺ ടെർമിനൽ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സിനാപ്റ്റിക് നോബുകൾ ഇങ്ങനെ അറൈസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് അറിയോ? ആക്ച്വലി ദിസ് ഇസ് വെരി അഡ്വാൻറ്റേജ്. കാര്യം എന്താണെന്ന് അറിയോ? ഇവിടുന്ന് ഈ നമ്മുടെ ഡെൻഡ്രൈറ്റ് ഇങ്ങനെ സിഗ്നൽ ഇങ്ങോട്ടേക്ക് വിടുകയല്ലേ. ഈ സിഗ്നൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചാടി ചാടി സിഗ്നലിന് മൂവ് ചെയ്യാൻ പറ്റും. So fast conduction is one of the advantage of the presence of this myelin sheath, as well as insulation. അതായത് സാധാരണഗതിയിൽ ഈ ഒരു ആക്സോൺ മാത്രമാണ്, മൈലിൻ ഷീത്ത് ഇല്ല എന്ന് വിചാരിക്കുക. ഇതിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ, ഹീറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്സോൺ ആക്ച്വലി ഈസ് വെരി സെൻസിറ്റീവ് ടു ദിസ് ഹീറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ആക്സോണിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ആക്സോൺ കുറച്ച് വീക്ക് ആവാൻ സാധ്യതയുണ്ട്. സോ ആ ഹീറ്റിനെ ആക്ച്വലി റെസിസ്റ്റ് ചെയ്യാൻ ഒരു ഇൻസുലേഷൻ ആണ് ആക്ച്വലി ഇൻസുലേഷൻ ഫ്രം ഹീറ്റ് ആൻഡ് ഷോക്ക്. സാധാരണ ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ഷോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യാൻ ഈ മൈലിൻ ഷീത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് മൈലിൻ ഷീത്ത്. അതും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിക്കോളൂ. അഡ്വാൻറ്റേജസ് ഓഫ് മൈലിൻ ഷീത്ത്. ഓക്കെ, മൈലിൻ ഷീത്തിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഈ കാണിച്ചത്. ക്ലിയർ അല്ലേ? I think you got some idea on the average diagram of this. Yes, നമ്മുടെ ഒരു individual unit of the human neural system. What is individual unit of the human neural system? That is nothing but our neuron. So ഒരു ന്യൂറോണിന്റെ ഒരു ആവറേജ് ഡയഗ്രാം ആണ് മക്കളെ ഞാനിപ്പോൾ കാണിച്ചു തന്നത്. സോ നിങ്ങളുടെ മെറ്റീരിയലിലുള്ള ഒരു ഡയഗ്രാം ആണ് ഈ കാണുന്നത്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് സ്ട്രക്ചർ വൈസ് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. പക്ഷേ കുറച്ചുകൂടെ ഒരു ഇൻ ഡെപ്തിൽ നമ്മൾ ഇലാൻ സ്റ്റെമ്മിൽ നമ്മൾ കുറച്ചുകൂടെ, നിങ്ങൾ +1 കുറച്ചുകൂടെ കാര്യങ്ങൾ ചുമ്മാ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു ഡോട്ട്സുകൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരെന്തായിരിക്കും? യെസ്, നിസൽസ് ഗ്രാനുൾസ് എന്നായിരിക്കും. ഇതാണ് ആക്സോൺ, അതിന് കവർ ചെയ്തിട്ട് മൈലിൻ ഷീത്ത് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഉണ്ടയുണ്ട്. ഈ ഉണ്ടയ്ക്ക് വിളിക്കുന്ന പേര് എന്തായിരിക്കും? സിനാപ്റ്റിക് നോബ് എന്നായിരിക്കും. സോ ഐ തിങ്ക് യു ഗോട്ട് സം ഐഡിയ ഓൺ ദ structural and functional unit of the human neural system. That is nothing but our neuron. Okay, ഇനി നമുക്ക് കുറച്ചുകൂടെ ഡെപ്ത് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിന്റെ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് കിടക്കാം.